നീതി ആയോഗിന്റെ പഠനപ്രകാരം അടുത്ത 20 വർഷം എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ പ്രാധാന്യമർഹിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഈ ഒരു കാലയളവിൽ ഇന്ത്യയുടെയും നമ്മുടെ കേരളത്തിൻ്റെയും സാമൂഹിക സാമ്പത്തിക ചുറ്റുപാടിൽ നമ്മുടെ ഭരണ സ്ഥിരാകേന്ദ്രത്തിൻ്റെ ഭാഗമായി അല്ലെങ്കിൽ ഗവൺമെൻറ് എന്ന് പറയുന്ന എൻറ്റിറ്റിയുടെ ഭാഗമായി സാധാരണ ജനങ്ങൾക്ക് ഏറ്റവും ഉതകുന്ന രീതിയിൽ അവർക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ നിങ്ങൾക്കിതാ വളരെ ഏറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അവസരം കേരള PSCയുടെ വിജ്ഞാപനത്തിലോടുകൂടി കൈവന്നിരിക്കുകയാണ്. അതെ, കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, കേരള IAS എന്ന് ചുരുക്കി നമ്മൾ വിളിക്കുന്ന കേരളത്തിൻ്റെത് മാത്രമായിട്ടുള്ള ഏറ്റവും ഉയർന്ന തസ്തികയിലേക്കുള്ള PSCയുടെ വിജ്ഞാപനം. അപ്പോൾ നിങ്ങൾ ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്ന 2025 ഈ വിജ്ഞാപനവുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ ഇന്ന് ഈ ഒരു ഡിസ്കഷൻ കൊണ്ടുപോകുന്നത്. അപ്പോൾ സാറിൻ്റെ അടുത്ത് എനിക്ക് ചോദിക്കാനുള്ളത്, സാർ, കഴിഞ്ഞ വർഷത്തെ വിജ്ഞാപനത്തിൽ നിന്ന് നമ്മൾ ഈ വർഷത്തെ വിജ്ഞാപനത്തിലേക്ക് നോക്കുമ്പോൾ എലിജിബിലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് ഏതൊക്കെ സ്ട്രീമുകളിൽ എങ്ങനെയൊക്കെ ആർക്കൊക്കെ അപേക്ഷിക്കാം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിൽ പ്രകടമായ മാറ്റങ്ങളൊന്നുമില്ല. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ സ്ട്രീം 1, സ്ട്രീം 2, സ്ട്രീം 3. നമ്മൾ പ്രതീക്ഷ പോലെ വയസ്സിന്റെ കാര്യത്തിൽ ഒരു മാറ്റം വന്നില്ല. വയസ്സിൻ്റെ കാര്യത്തിലൊരു മാറ്റം വന്നില്ല. അത് വളരെ ദുഃഖകരമായ ഒരു കാര്യമാണ്. കാരണം മുൻപ് സർക്കാർ ഉറപ്പ് നൽകിയിരുന്നു 2 വർഷത്തിലൊരിക്കൽ നോട്ടിഫിക്കേഷൻ ഉണ്ടാവും. പക്ഷേ സംഭവിച്ചത് എന്താണ്? 2 വർഷത്തിനുള്ളിൽ നോട്ടിഫിക്കേഷൻ ഉണ്ടായില്ല. ഇപ്പോൾ 6 വർഷം കഴിഞ്ഞിരിക്കുന്നു. പല ഉദ്യോഗാർത്ഥികളും അന്നു മുതലേ പഠനം തുടങ്ങി. പക്ഷെ അവർ ഏജോറാകുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഇവിടുത്തെ ഏജിനെ പറ്റി പറയുമ്പോൾ ഇപ്പോഴും സ്ട്രീം 1 21-32, സ്ട്രീം 2 21-40, സ്ട്രീം 3 അപ് ടു 50 years എന്ന് തന്നെയാണ് പറയുന്നത്. പിന്നെ റിസർവേഷൻ സംബന്ധിച്ചുള്ള റിലാക്സേഷൻസ് സ്ട്രീം 3 ഒഴികെ കിട്ടും. സ്ട്രീം 3ക്ക് അതിൻ്റെ ആവശ്യമില്ലല്ലോ. 50 വരെയുള്ള വയസ്സളവുണ്ട്. മാക്സിമം PSCയിൽ 50 വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ കഴിയുകയുള്ളൂ. സാർ, അപ്പോൾ ഈ പ്രാഥമിക ഘട്ട പരീക്ഷ KSന്റെ വളരെ അടുത്ത് നമുക്ക് വരികയാണ്. മറ്റ് ഡിഗ്രി തല പരീക്ഷകളുടെയും പ്രിലിംസ് നമുക്ക് ഇതിനോടൊപ്പം തന്നെ വരുന്നുണ്ട്. അപ്പോൾ എങ്ങനെ KS പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളൊരു വ്യത്യസ്തമായ രീതിയിൽ എങ്ങനെ നമുക്ക് ഈ ഒരു പ്രാഥമിക ഘട്ടം മറികടക്കാനാകും? ശരിക്കും പറയുകയാണെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഒരു സിലബസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന മറ്റ് ഡിഗ്രി ലെവൽ പരീക്ഷകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുറച്ചുകൂടി ഒരു ഒതുങ്ങിയ സിലബസ് ആണ്. യഥാർത്ഥത്തിൽ പഠിക്കാൻ ഇഷ്ടം പോലെ ഉണ്ടെങ്കിൽ പോലും കുറച്ചുകൂടി ഒരു ഒതുക്കം നമുക്ക് കാണാം. ചില ടോപ്പിക്കുകളിലൊക്കെ വ്യത്യാസങ്ങൾ കാണാം. അതിലുപരി ഇവിടെ പ്രിലിംസിന്റെ സിലബസ് തന്നെയാണ് യഥാർത്ഥത്തിൽ മെയിൻസിനുള്ളത്. പ്രിലിംസിന്റെ സിലബസിൽ 2 പേപ്പർ ആണെങ്കിൽ അതേ സിലബസ് വെച്ചിട്ട് അതിൽ മാത്സ് ഒഴിവാക്കിയിട്ട് 3 പേപ്പറുകളായി മാറ്റുക എന്നുള്ള സംഭവമാണ് അവിടെ നടന്നിട്ടുള്ളത്. അപ്പൊ കുറച്ചുകൂടെ, അതായത് ഇപ്പോ മറ്റു ഡിഗ്രി ലെവൽ പരീക്ഷകളാണെങ്കിൽ നമ്മൾ 2 കൂടെ ചേർത്തിട്ട് 2 സിലബസും കൂടെ ചേർത്ത് പഠിക്കണം. ഇവിടെ ഈ ഒറ്റ സിലബസ് തന്നെ പഠിച്ചാൽ നമുക്ക് 2 പരീക്ഷകൾക്കും നല്ല രീതിയിൽ പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റുന്നതാണ് ആ ഒരൊറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാവുന്നത്. സാർ, അപ്പോൾ നമ്മൾ ഈ ഒരു എത്രത്തോളം വേക്കൻസികൾ പ്രതീക്ഷിക്കാം? അതാണല്ലോ ഏറ്റവും വലിയൊരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാലും എത്ര വേക്കൻസി ഉണ്ടാകും എന്നുള്ള ഒരു കാര്യം. വേക്കൻസി കഴിഞ്ഞ തവണ 105 വേക്കൻസികളാണല്ലോ ഉണ്ടായത്. 35 വീതം 3 വിങ്ങിനും കിട്ടി. പക്ഷേ ഈ പ്രാവശ്യം ഇപ്പോൾ സർക്കാർ അനുവദിച്ചു തന്നിരിക്കുന്ന വേക്കൻസി അനുസരിച്ച് നമുക്ക് അതൊരു 35 പോലും തികയുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു അല്ലേ. 31 33 ഒക്കെയാണ് വരിക. പക്ഷെ അതിലൊരു മാറ്റം ഉണ്ടാകാമെന്ന് നമ്മൾ കരുതുന്നു. കാരണം അവർക്ക് നോട്ടിഫൈ ചെയ്യുമ്പോൾ ഈ തസ്തികയ്ക്ക് ഒരു പ്രത്യേകതയുള്ളത് വേക്കൻസി വെച്ചുകൊണ്ട് മാത്രമേ നോട്ടിഫൈ ചെയ്യാൻ പറ്റൂ. പക്ഷേ വേക്കൻസി ആഡ് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടില്ല. അപ്പോൾ സർക്കാർ ഇനിയും വേക്കൻസികൾ കണ്ടെത്താൻ കഴിഞ്ഞാൽ ഇതിലേക്ക് ആഡ് ചെയ്യപ്പെടും. ഇപ്പോൾ തന്നെ 31 വേക്കൻസികൾ ഡെപ്യൂട്ടേഷൻ വ്യവസ്ഥയിലാണ് വന്നിട്ടുള്ളത്. 2 വേക്കൻസികൾ. പക്ഷെ അതൊരു ഉദ്യോഗാർത്ഥികൾ ചിന്തിക്കേണ്ട കാര്യമല്ല. കാരണം വേക്കൻസി നോക്കിയിട്ടല്ലല്ലോ ശരിക്കും പഠിക്കേണ്ടത് അല്ലേ. അങ്ങനെയാണെങ്കിൽ പല തസ്തികൾക്ക് കൂടെ പഠിക്കാൻ പറ്റും. ആന്റിസിപ്പേറ്റഡ് വേക്കൻസി നല്ല കൊടുക്കുക. അപ്പൊ യഥാർത്ഥത്തില് പഠനം തുടങ്ങാൻ ആ ഒരു വേക്കൻസി സ്വാഭാവികമായിട്ടും അത് നൽകുന്ന ഒരു ഓപ്പർച്യൂണിറ്റി നോക്കുമ്പോൾ വളരെ ഉന്നതമായ ഒരു തലത്തിലേക്കുള്ള ഒരു പോസ്റ്റിംഗ് ആണ്. അപ്പം സ്വാഭാവികമായിട്ടും വേക്കൻസി കുറവായിരിക്കും. പക്ഷെ അത് ചിന്തിച്ചുകൊണ്ട് നമ്മൾ പഠിക്കാതിരിക്കുക എന്നുള്ളതല്ല, തീർച്ചയായിട്ടും പഠിക്കണം. മറ്റ് പരീക്ഷകളും കൂടെ വരുമ്പം സാർ എങ്ങനെ ഈ ഒരു കൺഫ്യൂഷൻ ഒരുപാട് സ്റ്റുഡൻസിനുണ്ട്. അപ്പൊ അവര് ഡിഗ്രി ലെവൽ ഡിവിഷണൽ അക്കൗണ്ടന്റ് ഉണ്ട്, ഈ സെക്രട്ടറി അസിസ്റ്റന്റ് ഉണ്ട്, SI ഉണ്ട്, ഇപ്പൊ KS കൂടെ വന്നിരിക്കുന്നു. അപ്പൊ എല്ലാം കൂടെ ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിലായിരിക്കും ഉദ്യോഗാർത്ഥികൾ ഉണ്ടാവുക. യഥാർത്ഥത്തില് 3 കൂടെ ചേർത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റും. ഡിവിഷണൽ അക്കൗണ്ട് കുറച്ചുകൂടെ വ്യത്യസ്തമാണെങ്കിൽ പോലും ചില പ്രത്യേക ഇപ്പോ എന്താണ് എലിമെന്ററി ബുക്ക് കീപ്പിംഗ് പോലെയുള്ള ടോപ്പിക്കുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും 3 പേപ്പറുകളാണെങ്കിൽ പോലും അവിടെയും കുറെ കാര്യങ്ങളൊക്കെ സെയിം ആണ്. ഓവർലാപ്പിംഗ് ആയിട്ടുള്ള മാർക്ക് വെയിറ്റേജിലെ വ്യത്യാസമാണ്. അതായത് ഇവിടെ സെക്രട്ടറി അസിസ്റ്റന്റ് പഠിക്കുന്ന അതേ GK സിലബസ് തന്നെ അവിടെ പഠിക്കാനുണ്ട്. പക്ഷെ അവിടെ 15 മാർക്കിനേ ഉള്ളൂ. അങ്ങനെയുള്ള കുറച്ച് വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പൊ ഒരുമിച്ചുള്ള ഒരു പഠനം നമുക്ക് ക്രമീകരിക്കാൻ പറ്റും. സാർ, നമ്മൾ ഈ കേരളത്തിന്റെ IAS എന്ന് പറയുമ്പോഴും ശരിക്കും എത്ര നാളുകൊണ്ട് നമുക്ക് ഇതിൽ കയറി കഴിഞ്ഞാൽ IAS ഇതിപ്പോ കേരളത്തിന്റെ അതെ
ഇത് കേരളത്തിന്റെ IAS എന്നല്ല, അതുക്കും മേലെ എന്ന് നമുക്ക് പറയേണ്ട ഒരു സംഗതിയാണ്. കാരണം ഒരു IAS എടുത്ത ഒരാൾക്ക് ലഭിക്കുന്നതിനേക്കാൾ കൂടിയ സാലറി അല്ലേ ഇവിടെ കൊടുക്കുക. 1,00,000 മുകളിൽ 77,200 എന്ന് പറയുന്ന വളരെ ആകർഷകമായ ഒരു സംഖ്യയാണ് ബേസിക് പേ ആയിട്ട് കിട്ടുക. പിന്നെ ഗ്രേഡ് പേ ലഭിക്കുന്നു, DA ഉണ്ട്, HRA ഉണ്ട്. അപ്പോൾ 1,00,000 കവിഞ്ഞ ഒരു ശമ്പളം ലഭിക്കുന്ന ഒരു തസ്തികയാണ്. അപ്പോൾ അതിന്റെ ആകർഷണം നമ്മൾ പ്രത്യേകിച്ച് പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ല. മറ്റ് തസ്തികകളിൽ നിന്ന് വ്യത്യസ്തമായി ഇതിന്റെ ട്രെയിനിങ്ങിനും ഒരുപാട് വ്യത്യാസം ഉണ്ടല്ലോ. ട്രെയിനിങ്ങിലും വ്യത്യാസമുണ്ട്. 1.5 വർഷത്തോളം നീണ്ടു നിൽക്കുന്ന ട്രെയിനിങ് ആണ്. അതെ. അതുപോലെ തന്നെ പിന്നെ ജൂനിയർ സ്കെയിൽ എന്നുള്ള ആ തസ്തികയിലേക്ക് നിയമിക്കപ്പെട്ട് കഴിഞ്ഞാൽ 8 വർഷം കഴിയുമ്പോൾ IAS കൺഫർ ചെയ്ത് കിട്ടാനുള്ള ഒരു അവസരം മുന്നിലേക്ക് വരികയാണ്. ഇപ്പോൾ 8 വർഷം കഴിയുന്ന ഉടനെ തന്നെ IAS കൺഫർ ചെയ്ത് കിട്ടുമെന്നല്ല നമ്മളിവിടെ പറയുന്നത്. ചിലപ്പോൾ 8 വർഷം എന്നുള്ളത് 10 വർഷമാകാം, അല്ലെങ്കിൽ 11 വർഷമാകാം. പക്ഷെ അതിനുള്ളൊരു ചാൻസ് അതിലേക്ക് അത് ലിസ്റ്റ് ചെയ്യപ്പെടുകയാണ്. അതിനുവേണ്ടി പിന്നെ പ്രത്യേകിച്ച് പരീക്ഷകളൊന്നും എഴുതണ്ടല്ലോ. ഇനി അഥവാ അവിടെ കൺഫർ ചെയ്ത് കിട്ടിയില്ലെങ്കിലും തുടർന്നും ഹയർ സ്കെയിലുകളാണ് ലഭിക്കുന്നത്. സീനിയർ സ്കെയില്, പിന്നെ ഹയർ ടൈം സ്കെയില്, സൂപ്പർ ടൈം സ്കെയില് ഇപ്രകാരം അറേഞ്ച് ചെയ്ത് വളരെ ആകർഷണീയമായി അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു തസ്തികയാണ്. സാർ, അപ്പോൾ ഈ ഇൻ സർവീസ് കാൻഡിഡേറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട് ഓൾറെഡി ഗവൺമെന്റ് സർവീസിലുള്ളവരാണല്ലോ സ്ട്രീം 2ലും സ്ട്രീം 3ലും വരുന്നത്. അപ്പോൾ അവർ എങ്ങനെ ഈ ഒരു പരീക്ഷയെ അഭിമുഖീകരിക്കണം? അവരുടെ ഒരു തയ്യാറെടുപ്പ് എങ്ങനെയായിരിക്കണം? പ്രത്യേകിച്ചും സ്ട്രീം 3 എന്ന് പറയുന്ന വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് മത്സരിക്കുന്നത്. കഴിഞ്ഞ തവണ എനിക്ക് തോന്നുന്നു സാർ 1000 ആൾക്കാർ അത്രേ ഉള്ളൂ. 1000 താഴെയായിരുന്നു മൊത്തം സംഖ്യ സ്ട്രീം 3യിൽ മത്സരിക്കാനുണ്ടായിരുന്നത്. പിന്നീട് ഈ ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് അവർക്ക് കേസിന് പോയി അവർക്ക് കൂടെ അനുവദിക്കുകയുണ്ടായി. എക്സാം നടത്തി ഇത്തവണ അവർ കൂടെ ഉണ്ടാവും. അപ്പൊ എന്തായാലും ആ ഒരു സംഖ്യ കുറച്ചുകൂടെ അതുകൊണ്ട് തന്നെ അവിടെ കോമ്പറ്റീഷൻ കുറവായിരിക്കും. ഡയറക്ടർ മറ്റുള്ള കോമ്പറ്റീഷൻ വരില്ല. ഡയറക്റ്റ് വരുന്ന ഒന്ന് വീഡിയോ ആ ഒരു തസ്തികയിൽ വന്ന ആളുകൾ അത് സെക്കൻഡ് ഗസ്റ്റ് പോസ്റ്റിലേക്ക് എത്തുമ്പോൾ അവരുടെ പോസ്റ്റ് ആണല്ലോ. അപ്പൊ ആ വിഭാഗക്കാരെ നോക്കും. പിന്നെ ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് ആണ് മെയിൻ ആയിട്ടുള്ളത്. ബാക്കിയുള്ളതൊക്കെ വളരെ തുച്ഛമായിട്ടുള്ള ആളുകൾ മാത്രമാണ്. അപ്പൊ അവിടെ ഏറ്റവും കൂടുതൽ എളുപ്പത്തില് ഉള്ള ഒരു പക്ഷെ അവിടെ ഒരു വിഷയം എന്ന് പറഞ്ഞാല് ഓൾറെഡി ഇവരൊക്കെ ഈ പറഞ്ഞ സെക്കൻഡ് ഗസ്റ്റ് പോസ്റ്റിലേക്ക് എത്തിയിട്ടുണ്ടാവും. അതുകൊണ്ട് പലരും എന്ത് ചെയ്യും, വലിയ താല്പര്യം കാണിക്കില്ല. കാരണം ഇത് അത് തുടക്കത്തിൽ കാണിച്ച പോലെ KS അങ്ങനെ ഒരു പ്രത്യേക സാധനം മാത്രമാക്കി വേർതിരിച്ചു കൊണ്ട് നടക്കുകയാണെങ്കിൽ അവർക്കൊക്കെ നല്ല താല്പര്യം ഉണ്ടാവുമായിരുന്നു. പക്ഷെ ഇത് പല ഡിപ്പാർട്ട്മെന്റുകളിൽ പലയിടത്തിൽ പല പോസ്റ്റുകളിൽ ഇരിക്കേണ്ടി വരും. അപ്പൊ ഒരുപക്ഷെ ചില പോസ്റ്റുകളാവുമ്പോൾ ഇവരിപ്പോ വർക്ക് ചെയ്യുന്ന പോസ്റ്റിനേക്കാളും അത്ര ഒരു സാലറി കാര്യങ്ങളൊക്കെ ഓക്കെ ആയിരിക്കും. പക്ഷെ അങ്ങനെയുള്ള ഒരു വിഷയങ്ങൾ അവരുടെ ഉള്ളിലുണ്ടാവും. പക്ഷെ അങ്ങനെയല്ല ചിന്തിക്കേണ്ടത്. യഥാർത്ഥത്തിൽ KSലേക്ക് എത്തുക എന്ന് പറയുമ്പോൾ അതൊരു വേറെ ലെവൽ സാധനം തന്നെയാണ്. അപ്പോൾ സർവീസിലുള്ളവരോട് അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അല്ലേ? തീർച്ചയായും സർവീസിലുള്ളവരാണ് ഇത് ശ്രമിച്ചാൽ വളരെ പെട്ടെന്ന് ഇതിന് പിടിച്ചെടുക്കാൻ കഴിയുന്ന സർവീസിലുള്ളവരെന്ന് പറയുമ്പോൾ ഇപ്പൊ സ്ട്രീം 2-ലുള്ളവർക്കും വളരെ എളുപ്പമാണ്. കാരണം കോമ്പറ്റീഷൻ വരുന്നില്ല. ഇപ്പൊ ഫസ്റ്റ് സ്ട്രീമിലുള്ളത് പോലുള്ള കോമ്പറ്റീഷൻ ഉണ്ടാവില്ല. ഫസ്റ്റ് സ്ട്രീമിൽ എന്ന് പറയുമ്പോൾ എല്ലാവരും കൂടി അപ്ലൈ ചെയ്യല്ലേ. പക്ഷെ സെക്കൻഡ് സ്ട്രീമിൽ ആ ഒരു കോമ്പറ്റീഷൻ വരില്ല. തേർഡ് സ്ട്രീമിലാകുമ്പോൾ കോമ്പറ്റീഷൻ വീണ്ടും കുറയുകയാണ്. അപ്പോൾ ഈ സെക്കൻഡ് സ്ട്രീമും തേർഡ് സ്ട്രീമിലുള്ള ആൾക്കാരെ സംബന്ധിച്ച് വളരെ അവർക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു തസ്തിക തന്നെയാണ്. സാർ, നമ്മുടെ ഈ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇപ്പം സാറിന് നിങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാം, മുൻപ് കേരള PSC ട്രഡീഷണൽ ആയിട്ട് നടത്തിക്കൊണ്ടിരുന്ന പരീക്ഷയുടെ ഒരു രീതി എന്ന് പറയുന്നത് അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു വാട്ടർ ഷെഡ് മൊമെന്റ് തന്നെ നമുക്ക് പറയാം. KSന്റെ പരീക്ഷ വന്നപ്പോൾ പരീക്ഷയിലുണ്ടായ ഒരു രീതി. അതെ. അപ്പം ആ അന്നത്തെ കാലഘട്ടത്തിലും അല്ലെങ്കിൽ ഇന്ന് ഈ അതിനുശേഷം വന്ന കഴിഞ്ഞ 5 വർഷങ്ങൾക്കിടയിൽ PSCയിൽ സംഭവിച്ച ഈ ഒരു മാറ്റത്തെ നമ്മൾ എങ്ങനെ ഒരു ഉദ്യോഗാർത്ഥി എന്നുള്ള രീതിയിൽ അതിനെ എങ്ങനെ നോക്കിക്കാണണം? ഈ ഒരു മാറ്റത്തിനെ അതിനെ എങ്ങനെ സൈക്കോളജിക്കലി നമ്മളത് മറികടക്കണം? എങ്ങനെ നമ്മളത് മാർക്ക് സ്കോർ ചെയ്യാനായിട്ടുള്ള ലെവലിലേക്ക് നമ്മുടെ പഠനം കൊണ്ടുപോകണം? ശരിക്കും KS ആണ് ശരിക്കും ഒരു PSCയിലെ മാറ്റത്തിന് ഒരു തുടക്കം കുറിച്ചത്. നമ്മള് എന്റെ തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. KS കഴിഞ്ഞ ശേഷം ഞാനൊരു പ്രത്യേക വീഡിയോ നമ്മൾ ചെയ്തത് അനിൽകുമാർ സാർ നമ്മൾ കണ്ടിട്ടുണ്ടാവും. നമ്മള് PSCയിൽ മൊത്തത്തില് മറ്റു പരീക്ഷകളിൽ മാറ്റം വരും എന്നൊക്കെയുള്ള രീതിയിലുള്ള വീഡിയോസ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ മാറ്റങ്ങൾ വന്നു. അപ്പം ഡിഗ്രി ലെവൽ പരീക്ഷകൾ KSന് ശേഷം വന്ന ഡിഗ്രി ലെവൽ പരീക്ഷകളുടെ സിലബസ് നോക്കിയാൽ തന്നെ അറിയാം. കാരണം ഞാൻ നേരത്തെ തൊട്ട് മുമ്പേ പറഞ്ഞ കാര്യതാണ്. അതായത് അത് കുറച്ചുകൂടെ നോക്കുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ കുറച്ചുകൂടെ ഒരു എന്താ പറയാ ഒരു കുറച്ചുകൂടെ കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനുണ്ടാവും. അനലിറ്റിക്കൽ ആയിട്ടുള്ള രീതിയിൽ ചോദ്യങ്ങൾ പഠിക്കാനുണ്ടാവും. ഇവിടെ പ്രിലിംസും ഞാൻ പറഞ്ഞല്ലോ, പ്രിലിംസും മെയിൻസും ഏകദേശം ഒരേപോലെയുള്ള സാധനം തന്നെയാണ് സിലബസിലുള്ളത്. അപ്പൊ യഥാർത്ഥത്തിൽ ആ ഒരു സാധനം കുറച്ചുകൂടെ ഡെവലപ്ഡ് ആയി വന്നിട്ടുണ്ട് ആ ഒരു ഏരിയ. അപ്പൊ അങ്ങനെയുള്ള ഒരു മാറ്റം നമ്മൾ ഇവിടെ പ്രതീക്ഷ ഉണ്ടായിരുന്നു. KSന്റെ സിലബസിലും കുറച്ചുകൂടെ കാര്യങ്ങൾ ഉൾപ്പെടുത്തുന്നോ അങ്ങനെയുള്ള മാറ്റങ്ങൾ ഉണ്ടാവുന്നായിരുന്നു നമ്മൾ പ്രതീക്ഷ ഉണ്ടായിരുന്നത്. പക്ഷെ അങ്ങനെയുള്ള മാറ്റങ്ങളില്ല, അതേ സിലബസ് തന്നെയാണ്. അപ്പൊ കഴിഞ്ഞ തവണ നോക്കിയവർക്ക് അതൊരു അതായത് മുൻപ് ഇപ്പൊ ഈ KS വരുന്നതിന് മുമ്പ് നമുക്കറിയാം
ഇതിന് തത്തുല്യമായ ഒരു തസ്തിക എന്ന് പറയുന്നത് ഡെപ്യൂട്ടി കളക്ടറാണ്. അതെ അതെ. അന്ന് കേരള സിവിൽ സർവീസ് എന്നുള്ള പേരിൽ ഡെപ്യൂട്ടി കളക്ടർ നോട്ടിഫൈ ചെയ്യുകയാണ്. അതായിരുന്നു ഏറ്റവും വലിയൊരു തസ്തികയായിട്ട് കണക്കാക്കപ്പെടുന്നത്. അവിടെ പ്രിലിമിനറി ഉണ്ടായിരുന്നു, ഫൈനൽ പരീക്ഷ ഉണ്ടായിരുന്നു, ഏകദേശം ഇതിനോട് കിടപിടിക്കുന്ന രീതിയിലുള്ളൊരു പരീക്ഷയായിരുന്നു. പക്ഷെ അവിടെ ആ ഡെപ്യൂട്ടി കളക്ടർ തസ്തിക എന്നത് മാറി അതിനോടൊപ്പം എത്രയോ തസ്തികകളാണ് ഇവിടെ ഇപ്പൊ കൂട്ടിച്ചേർക്കപ്പെട്ടിരിക്കുന്നത്. അവിടെ പൊതുഭരണം, പിന്നെ ധനകാര്യം, ഈ സെക്രട്ടേറിയറ്റിൽ തന്നെ 2 വിഭാഗങ്ങളാണ്. ഈ 2 വിഭാഗങ്ങളിലെ അണ്ടർ സെക്രട്ടറിമാർ ഇതിലേക്ക് വന്നിട്ടുണ്ട്. അവിടുത്തെ സെക്കൻഡ് ഗസറ്റ് കേഡറാണ് അണ്ടർ സെക്രട്ടറി വന്നിട്ടുണ്ട്. GSTയിലെ ഡെപ്യൂട്ടി കമ്മീഷണർ വന്നിരിക്കുന്നു. LSGDയിൽ അസിസ്റ്റന്റ് ഡയറക്ടർ തസ്തിക, അതുപോലെ തന്നെ ട്രഷറിയിലെ അസിസ്റ്റന്റ് ഡിസ്ട്രിക്ട് ട്രഷറി ഓഫീസർ, ഇങ്ങനെ ഏകദേശം 17ഓളം ഡിപ്പാർട്ട്മെന്റുകളിലെ പ്രമുഖ തസ്തികകൾ ഇതിന്റെ പെർമിലേക്ക് വരികയാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അഭിമാനകരമായി കരുതുന്ന, പണ്ട് അസൂയോടുകൂടി നോക്കിക്കണ്ട ഈ തസ്തികകളിലേക്കൊക്കെ, ഈ ഒരു പോസ്റ്റിലേക്കൊക്കെ കയറിയിരിക്കാനുള്ള നല്ല ഒരു അവസരം തന്നെയാണ്. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മുൻപ് നമ്മൾ കണ്ടു വന്നിട്ടില്ലാത്ത ആ ഒരു വ്യത്യാസം നമുക്ക് തീർച്ചയായിട്ടും കേസിന് കാണാനായിട്ട് സാധിക്കും, പ്രത്യേകിച്ചും ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം. സർ, ഡെപ്യൂട്ടി കളക്ടർ തസ്തികയ്ക്ക് സ്ട്രീം 1 പോലെ അല്ലെങ്കിൽ ഓപ്പൺ മാർക്കറ്റിൽ എക്സാം നടക്കുമ്പോൾ അവിടെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 36 ആയിരുന്നു. അപ്പൊ ഇവിടെ ഒരുപാട് ഉദ്യോഗാർത്ഥികൾക്ക് അവസരം നഷ്ടപ്പെട്ടു. സ്ട്രീം 1 വന്നപ്പോൾ തന്നെ ഏജ് 32 ആയതുകൊണ്ട്. അപ്പം അത് ആക്ച്വലി അത് 36 ആയിട്ട് ഉയർത്തപ്പെടുന്നത് തന്നെയായിരുന്നു നല്ലത്. കാരണം അതിന്റെ കാര്യം ഞാൻ പറയുന്നത്, 2 വർഷത്തിനുള്ളിൽ ഇത് നടത്തുമെന്ന് പറയുന്ന സാഹചര്യത്തിൽ 6 വർഷം കടന്നുപോയപ്പോൾ 4 വർഷം അഡീഷണൽ കടന്നുപോയി. ഇത് പരിശ്രമശാലികളായ ആളുകൾ എന്താ ചെയ്യുക? ഇപ്പൊ ഈ നോട്ടിഫിക്കേഷൻ ഇപ്പൊ വന്നു. ഇവിടെ നമുക്ക് പ്രിലിംസ് പരീക്ഷ ഇന്ന ഡേറ്റിലാണ്, ഫൈനൽ പരീക്ഷ ഇന്ന ഡേറ്റിലാണ്, റാങ്ക് ലിസ്റ്റ് ഇന്ന ഡേറ്റിൽ പ്രസിദ്ധീകരിക്കും എന്ന് പറഞ്ഞിരിക്കും. ഉദ്യോഗാർത്ഥികൾക്ക് ഉണ്ടാവും. നമ്മളെ പോലെ ആ കേസ് കഴിഞ്ഞിട്ട് അത് കിട്ടാതായപ്പോ തുടർന്ന് കുറച്ചു കാലം നല്ല രീതിയിൽ പഠിച്ച്, അതെ അതെ, അങ്ങനെ പഠിച്ചിരുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അവരില് തങ്ങൾ ഒരു ദിനം ഒരു നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഇതിന്റെ പെർവ്യൂ നിന്ന് പുറത്താകുന്നു എന്ന് അറിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു വേദനയാണ്. അതെ അതെ, അത് വളരെ ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ അവിടെയും നമുക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു നഷ്ടം ഓർക്കണ്ട. മറ്റ് ഡിഗ്രി ലെവൽ പരീക്ഷകളുണ്ട്, അവിടെ പഠിച്ച് ക്ലിയർ ചെയ്താലും നിങ്ങൾക്ക് ഭാവിയിൽ സ്ട്രീം 2-ലും സ്ട്രീം 3-ലും KS നേടാനായിട്ട് സാധിക്കും എന്നൊരു കാര്യവും പോസിറ്റീവായിട്ട് തന്നെ ചിന്തിക്കുക. പിന്നെ സാർ, നമ്മൾ ഈ ഒരു പ്രാക്ടീസ് ടെസ്റ്റുകളിലേക്ക് വരുമ്പോൾ, കാര്യം ഏതൊരു പരീക്ഷയ്ക്കും പ്രാക്ടീസ് ടെസ്റ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ KSനെ സംബന്ധിച്ചിടത്തോളം പ്രിലിംസും മെയിൻസ് നമുക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാം ആണ്, ഡിസ്ക്രിപ്റ്റീവ് വരുന്നു. അപ്പോൾ എങ്ങനെ നമ്മൾ ഈ പ്രാക്ടീസ് ടെസ്റ്റുകളെ സമീപിക്കണം? എത്രത്തോളം അത് നമ്മുടെ റാങ്ക് മേക്കിങ്ങിന് ഹെൽപ്ഫുൾ ആയിരിക്കും? സാറിന് അറിയാലോ, ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഡിസ്ക്രിപ്റ്റീവ് എക്സാം, എന്നെ സംബന്ധിച്ച് ആ ഒരു എക്സാമില് മീഡിയം മലയാളമായിരുന്നു ഞാൻ ഓപ്റ്റ് ചെയ്തത്. അതെനിക്ക് തോന്നുന്നത് ഞാൻ ചെയ്ത ഏറ്റവും വലിയൊരു പാതകമായിട്ട് എനിക്ക് തോന്നിയത്. കാരണം ആ ഒരു പരീക്ഷാ രീതി അങ്ങനെയായിരുന്നല്ലോ സാറിന് ഓർമ്മയില്ലേ? 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ, 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ, ആ രീതിയിലായിരുന്നു ക്വസ്റ്റ്യൻസ്. ചില 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻസിന് കൊടുത്തിരിക്കുന്ന ഏരിയ 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻസിന് കൊടുത്തിരിക്കുന്ന ഏരിയനേക്കാളും കുറവാണ്. സ്പേസ് ചെയ്യാനുള്ള സ്പേസ് വളരെ കുറവാണ്. ഇതിൽ ഓരോന്നും വ്യത്യാസമായിരുന്നു. അപ്പം അങ്ങനെയുള്ള കുറെ, ചിലത് 5 മാർക്കിന് ചോദ്യങ്ങൾക്ക് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 12-16 ലൈൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ചിലതിനാണെങ്കിൽ 4-5 ലൈൻസ് മാത്രം, ചിലതിന് 1-2 പേജ് ഒക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ ആ രീതിയിലൊക്കെ ആയിരുന്നു. നമുക്ക് ഇപ്പൊ നമുക്കറിയാം എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ. അന്ന് നമ്മള് എല്ലാവരും ആ ഒരു സമയത്ത് ഇതിനെ കുറിച്ച് കാര്യമായ ഒരു ബോധ്യം ഇല്ലാതെയാണ് അറ്റൻഡ് ചെയ്യുന്നത്. കാരണം മുന്നറിവുകൾ ഒന്നുമില്ല, ആരും ഒന്നും പറഞ്ഞിട്ടില്ല. എവിടെയും PSC ഇതിനെ കുറിച്ച് എങ്ങനെയായിരിക്കുന്നോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ എവിടെയും വന്നിട്ടില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു സമയത്താണ് നമ്മളൊക്കെ ആ ഒരു പരീക്ഷ എഴുതിയിട്ടുള്ളത്. അപ്പം ഇനി വരുന്ന ആളുകൾക്ക് ഇപ്പൊ മുന്നിൽ ഒരു സാധനം ഉണ്ട് അല്ലെ, ഒരു മുന്നനുഭവം ഉണ്ട്, മുന്നനുഭവമുള്ള ആളുകളുണ്ട്. അതിനെ കുറിച്ചുള്ള പറ്റിയ തെറ്റുകൾ അല്ലെ, ഇനി എന്ത് ചെയ്താൽ വിജയിക്കും എന്നൊക്കെ പറഞ്ഞു കൊടുക്കാൻ അനുഭവ സമ്പത്തുള്ള ആളുകളുണ്ട്. അതോടൊപ്പം തന്നെ മുന്നിൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഉണ്ട്. രണ്ടാമതൊരു പരീക്ഷ ഇവർക്ക് വേണ്ടി നടത്തിയത്, ഹയർ സെക്കൻഡറിക്കാരൊക്കെ ടീച്ചേഴ്സിന് നടത്തിയത്. അങ്ങനെ അത്രയും ക്വസ്റ്റ്യൻ പേപ്പറുകൾ മുന്നിലുണ്ട്. അതിനുശേഷം കൂടെ നടന്നിട്ടുള്ള ഡിഗ്രി ലെവൽ ചോദ്യ പേപ്പറുകളുണ്ട്. ആ പാറ്റേണുകൾ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം പിന്നീടുള്ള പഠനം. കാര്യം ആദ്യമായിട്ട് പരീക്ഷ നടന്നപ്പോൾ നമുക്കൊരു റെഫറൻസ് പോയിന്റേ ഇല്ല. എന്താണ് ക്വസ്റ്റ്യൻ പേപ്പർ, എങ്ങനെ എത്ര മാർക്കിന്റെ ചോദ്യമാണ് മെയിൻസിന് വരാൻ പോകുന്നത് ഒന്നും അറിയാം. പക്ഷെ ഇന്നിപ്പോൾ ആ ഒരു വാക്വം ഫില്ലായി. നമുക്ക് റെഫർ ചെയ്യാനായിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്. സാർ, ഇനി നമ്മുടെ ഒരു സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ യുവജനത എന്ന് നമ്മൾ പറയുമ്പോൾ KS ശരിക്കും നമുക്ക് എന്താണ്, ഒരു സിവിൽ സർവീസിലേക്കുള്ള ഒരു ഏറ്റവും ഉന്നതമായ ഒരു പടി തന്നെയാണ്. അപ്പോൾ അത്രത്തോളം നമുക്ക് അത്തരത്തിൽ ചിന്തിക്കുമ്പോൾ എത്രത്തോളം നമുക്ക് സാധാരണ ജനങ്ങൾക്ക് വേണ്ടി ഈ KSലൂടെ കയറുമ്പോൾ നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും? കാര്യം നമ്മൾ നോർമലി കണ്ടുപറയുന്നത് ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ആയിരുന്നു. അപ്പോൾ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അവൈലബിൾ ആകുന്ന ആ ഒരു ഓപ്പർച്യൂണിറ്റിയെ പറ്റി എന്താണ് സാറിൻ്റെ അഭിപ്രായം? അപ്പോൾ അവിടെ സംഭവിക്കുന്ന പറഞ്ഞാൽ, മുൻപ് നമ്മൾ ഒരു നോൺ ഗസറ്റഡ് കേഡർ തസ്തികയിൽ കയറി, അവിടെ നിന്ന് പടിപടിയായി പ്രൊമോഷൻ ലഭിച്ച്
നമ്മളൊരു ദിവസം പ്രായമാകുമ്പോഴാണ് ഗസറ്റഡ് തസ്തികയിലൊക്കെ എത്തുക. അതിനുശേഷം നമുക്ക് 1-2 വർഷത്തിൽ നമ്മൾ റിട്ടയർ ചെയ്ത് പോവുക. പിന്നെ അവിടെ റിസ്ക് എടുത്തൊന്നും ചെയ്യാൻ നമ്മൾ തയ്യാറല്ല. അവിടെയുള്ള ഏറ്റവും വലിയൊരു പ്രോബ്ലമാണ് എൻ്റെ പെൻഷൻ നഷ്ടപ്പെട്ടാലോ, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടായോ. അതുകൊണ്ട് ക്രിയാത്മകമായി ചിന്തിക്കുകയോ അല്ലെങ്കിൽ ക്രിയാത്മകമായി പ്രവർത്തിക്കുകയോ ചെയ്യാൻ കഴിയാതിരുന്ന ഒരു കാലം. അവരെയും കുറ്റം പറയുന്നില്ല, അവർ പരിചയസമ്പന്നരാണ്. ഇപ്പോൾ പുതുതായിട്ട് ഇപ്പോൾ KSയിലേക്ക് കടന്നു വരുന്ന ചെറുപ്പക്കാരേക്കാൾ വളരെ പ്രൊഡക്റ്റീവായിട്ട് ജോലി ചെയ്യാൻ കഴിയുന്നവരാണ്. പക്ഷെ അവര് ആ റിട്ടയർമെന്റിന്റെ ആ ഒരു പ്രായത്തോട് അടുത്ത് ഈ ഒരു തസ്തികയിലേക്ക് വരുമ്പോൾ ഒരല്പം സേഫ് ആയിട്ട് കളിക്കാമെന്ന് അവർ ചിന്തിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും ഇഴഞ്ഞിഴഞ്ഞു പോകുന്ന ഒരു അവസ്ഥയുണ്ടാകും. അതൊരു സ്പീഡ് കിട്ടാത്ത അവസ്ഥയുണ്ടാകും. അതിനൊരു മാറ്റം വരുത്തുവാൻ, വളരെ ക്രിയേറ്റീവായിട്ട് കാര്യം ചെയ്യുവാൻ ഇപ്പൊ ഇതിലൂടെ കടന്നു വരുന്ന ചെറുപ്പക്കാർക്ക് കഴിയും. അത് കഴിഞ്ഞ ബാച്ച് തന്നെ തെളിയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ബാച്ച് അവരുടെ പ്രവർത്തനങ്ങൾ അതിന് ഒരു തെളിവായിട്ട് നമ്മുടെ മുന്നിലുണ്ട്. സർ, കഴിഞ്ഞ വിജ്ഞാപനത്തിൽ നിന്ന് ഇത്തവണ വരുന്ന ഒരു വ്യത്യാസം നമുക്ക് ഒന്ന് പറയാവുന്നത് ചോദ്യങ്ങൾ പ്രിലിംസിനാണെങ്കിലും മലയാളത്തിൽ ഉണ്ടാകും അല്ലേ? അത് കൂടാതെ സാർ നമുക്ക് ഇത്തവണ EWSന്റെയും കൂടെ ഒരു റിസർവേഷൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ PHന്റെ റിസർവേഷൻ 4% ആകുക. ഇപ്പോ മുൻപ് ഉണ്ടായിരുന്ന റൊട്ടേഷൻ എന്നൊരു മാറ്റം വരികയാണ്. ഇപ്പോ കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് തോന്നുന്നു 2 വിഭാഗങ്ങൾക്കാണ് കിട്ടിയത്. ഒന്ന് ബ്ലൈൻഡ് വിഷ്വലി ഹാൻഡിക്യാപ്റ്റിന് കിട്ടിയിരുന്നു. പിന്നെ 33ാമത്തെ ടേണിൽ അന്ന് പിന്നെ ഓർത്തോപീഡിക്കലി അല്ല, ഡെഫ് ആൻഡ് ഡം വിഭാഗത്തിനും കിട്ടിയിരുന്നു. ഇനി അടുത്ത് കിട്ടേണ്ട വിഭാഗം എന്ന് പറയുന്നത് ഓർത്തോപീഡിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള വിഭാഗമാണ്. പക്ഷെ അവിടെ 3-ൽ നിന്ന് ഇപ്പൊ 4% മാറുകയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇപ്പൊ എനിക്ക് തോന്നുന്നു 26, പിന്നെ ഒന്ന് കഴിഞ്ഞു ഇപ്പൊ 33ാമത്തെ ടേണും കഴിഞ്ഞിരിക്കുന്നു. പക്ഷെ ഇപ്പൊ ഇത് പരിഷ്കരിച്ച് വന്നപ്പോ 1-ാമത്തെ വേക്കൻസി, 26ാമത്തെ വേക്കൻസി, പിന്നീട് 51, 76. അപ്പൊ 76 എന്ന് പറഞ്ഞിട്ട് മൾട്ടിപ്പിൾ ഡിസബിലിറ്റി കൂടി ഇവിടെ കടന്നു വന്നു. അപ്പൊ ഇവിടെ ഓൾറെഡി ഇപ്പൊ 33 ഡെഫ് ആൻഡ് ഡെംപ് കടന്നു പോയിട്ടുണ്ട്. പക്ഷെ അടുത്തത് 51 ആകുമ്പോഴത്തേക്ക് ഓർത്തോപീഡിക്കലിക്കുള്ളത് ഇത് മെച്ചമായി വരും. അപ്പോൾ PHനെ സംബന്ധിച്ച് 4% എന്ന സംവരണത്തിലേക്ക് കടക്കുകയാണ്. സർ, പിന്നെ ഈ 3 സ്റ്റേജ് ആണല്ലോ പരീക്ഷയ്ക്കുള്ളത്. പ്രിലിംസ്, എന്നാൽ മാർക്ക് കൺസിഡർ ചെയ്യുന്ന നമ്മുടെ റാങ്ക് നിർണ്ണയിക്കുന്ന മെയിൻസും ഇന്റർവ്യൂ ആണ്. അപ്പൊ പലർക്കും അടുത്ത ഒരു ടെൻഷൻ എന്ന് പറയുന്നത് ഇന്റർവ്യൂ എങ്ങനെയായിരിക്കും? UPSCയുടെ ഒക്കെ പോലുള്ള ഇന്റർവ്യൂ ആയിരിക്കുമോ, അല്ലെങ്കിൽ എന്താണ് അവർ പ്രതീക്ഷിക്കേണ്ടത്? മൊത്തത്തിൽ ഇംഗ്ലീഷിൽ സംസാരിക്കേണ്ടി വരുമോ? അങ്ങനെ ഭയചകിതരായിട്ടുള്ള ഒരുപാട് ഉദ്യോഗാർത്ഥികളുണ്ട്. നമ്മൾ നോർമലി നടത്തുന്ന ഡിഗ്രി ലെവൽ ഇന്റർവ്യൂ പോലെ തന്നെ ആയിരുന്നു കേസിന്റെയും ഇന്റർവ്യൂ. നമ്മൾ മാർക്ക് നോക്കിക്കഴിഞ്ഞാലും 50-ൽ ഏകദേശം എല്ലാവർക്കും ഒരു 35-നടുത്ത് മാർക്ക് സാധാരണ നമ്മുടെ 20 പക്ഷേ 50 അപ്പൊ 30 to 35 സ്കോർ വന്നിട്ടുണ്ട്. അപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഡിറ്റർമിനിങ് ആയിട്ട് വരുന്നതെന്ന് പറയുന്നത് അപ്പൊ എന്താണ്? തീർച്ചയായിട്ടും മെയിൻസ് തന്നെയാണ്. ഇന്റർവ്യൂവിന്റെ ഏകദേശം അതൊരു നമുക്ക് എല്ലാവർക്കും ഏകദേശം ഒരു മാർക്കാണ് വരുന്നത്. അപ്പൊ മെയിൻസിന് നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ എക്സാം ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കും. മെയിൻസ് ആണ് പ്രധാനം. അപ്പം നമ്മൾ ശരിക്കും പഠിച്ചു തുടങ്ങുമ്പോൾ ഈ ഒരു കാര്യം കൂടെ നമ്മൾ പ്രിലിംസിന് പഠിക്കുന്നുണ്ടെങ്കിലും അത് മെയിൻസിന് ഉള്ള ടോപ്പിക്കാണ്. ചെറിയ രീതിയിൽ ആൻസർ റൈറ്റിംഗ് കൂടെ പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളത്. കാര്യം പ്രിലിംസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ റിസൾട്ടും വന്നിട്ട് അധിക സമയം കിട്ടത്തില്ലല്ലോ. മറ്റത് അങ്ങനെയല്ലല്ലോ, ഡിഗ്രി ലെവൽ അങ്ങനെയല്ല. കുറച്ച് ടോപ്പിക്കുകൾ ബാക്കിയുണ്ട്. പ്രിലിംസ് കഴിഞ്ഞിട്ട് പഠിക്കാൻ വെക്കുന്ന കുറച്ച് ടോപ്പിക്കുകളുണ്ട്. ഇവിടെ അതില്ല, ഇതേ ടോപ്പിക്കുകൾ തന്നെയാണ് പഠിക്കേണ്ടത്. അപ്പം പഠിക്കുമ്പോൾ മെയിൻസ് കണക്കാക്കിയിട്ട് ആ രീതിയിൽ, അതായത് ഒരു എഴുത്ത് പരീക്ഷയ്ക്ക് പഠിക്കുന്ന എങ്ങനെയാണോ ആ രീതിയിൽ പഠിക്കാവുന്നത് തന്നെയാണ്. അതേപോലെ മാത്സ്, റീസണിംഗ് ഒക്കെ ബുദ്ധിമുട്ടായിട്ടുള്ള ഉദ്യോഗാർത്ഥികളുണ്ട്, ഇംഗ്ലീഷ് അല്ലെങ്കിൽ മലയാളം. അവരെ സംബന്ധിച്ചിടത്തോളം മെയിൻസ് വരുമ്പോൾ ഈ ടോപ്പിക്കുകളൊന്നും ഇല്ല അല്ലേ സാർ? അപ്പം പലരും ഒരു അനുഗ്രഹമായിട്ട് കാണുന്നവരുണ്ടാവും, അതേസമയം സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരൊക്കെ നഷ്ടമായിട്ട് കരുതുന്നവരുണ്ടാവും. അതെ. പിന്നെ അതുപോലെ ഡിസ്ക്രിപ്റ്റീവ് വരുമ്പോൾ ശരിക്കും ഒരു ആസൂത്രണം ചെയ്തല്ലേ, ഒരു പ്ലാനിങ്ങോട് കൂടി എഴുതുക എന്നുള്ളത് സാർ നേരത്തെ സൂചിപ്പിച്ച കാര്യമാണ്. കാരണം അവിടെ ആ നമുക്ക് കിട്ടിയിരിക്കുന്ന ആ സ്പേസ് എത്ര ലൈനിലാണ് എഴുതേണ്ടത്, അപ്പൊ ആ കാര്യങ്ങളൊക്കെ കൂടെ കണക്ക് കൂട്ടിക്കൊണ്ട് നമുക്ക് തന്നിരിക്കുന്ന വിഷയത്തെ ആധികാരികമായ രീതിയിൽ നമുക്ക് പേപ്പറിലേക്ക് പകർത്താൻ കഴിയണം. അപ്പൊ ആ ഒരു പരിശീലനവും വളരെ നന്നാകും. ആദ്യം തൊട്ട് അങ്ങനെ ഒരു പരിശീലനം നടത്തുന്നത് വളരെ നന്നാകും. അല്ലെങ്കിൽ അവിടെ ചെന്ന് വിടുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാമായിരിക്കും, പക്ഷെ ആ ചെറിയ സ്പേസിൽ നമുക്കത് എങ്ങനെ അത് പ്രകടിപ്പിക്കാമെന്നുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ ആ ഒരു പരിശീലനം എന്ന് പറയുന്നത് എപ്പോഴും പ്രയോജനകരമായിരിക്കും. സാർ, പിന്നെ മറ്റൊരു കാര്യം, ഒരുപാട് ഉദ്യോഗാർത്ഥികൾക്ക് കൺഫ്യൂഷൻ ഉള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ട്രഡീഷണൽ PSC പഠിച്ചുകൊണ്ട് വന്നിരുന്നവർക്ക് ഇപ്പോൾ UPSC ലെവലിലുള്ള പരീക്ഷയാകുമ്പം അവർക്കൊരു അഡ്വാൻറ്റേജ് ഉണ്ട് എന്നുള്ള രീതിയിൽ പലരും പിന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ഇത്തവണ അങ്ങനത്തെ ഉള്ളൊരു കേസ് ഇല്ല. കാര്യം പരീക്ഷയിൽ വന്ന ഈ ഒരു മാറ്റം പിന്നീടുള്ള പരീക്ഷകളിൽ അല്ലേ സാർ, ഡിഗ്രി ലെവലിൽ PSC ഉൾപ്പെടുത്തിയത് കൊണ്ട് നമുക്ക് ഒരുപാട് പേര് ഈ ഒരു രീതിയിൽ സുപരിചിതരാണ്. പിന്നെ നമുക്ക് സ്വാഭാവികമായിട്ടും ആൻസർ റൈറ്റിംഗ് വരുമ്പം
സ്വാഭാവികമായിട്ട് UPSC മെയിൻസ് ഒക്കെ എഴുതിയവരെ സംബന്ധിച്ചിടത്തോളം ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കത് ഒരു ആദ്യമായിട്ട് തുടങ്ങുന്ന ഒരു ചെറിയൊരു ഇത് വരാം. പക്ഷെ അതും ഈ പരിശീലിച്ചാൽ ചെയ്യാൻ സാധിക്കുന്നേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് സാർ ഇത്തവണത്തെ പരീക്ഷയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കും അങ്ങനെ കൃത്യമായിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് എന്നുള്ളതില്ല. ആർക്കും മുൻതൂക്കമില്ല. കഷ്ടപ്പെടാൻ തയ്യാറാകുന്നവർ, അതും ബുദ്ധിപരമായി ഉള്ള ടൈം. ഇപ്പൊ നമുക്ക് വളരെ പരിമിതമായ ഒരു സമയമാണ് കിട്ടുന്നത്. ആ സമയത്തെ വളരെ ശാസ്ത്രീയമായ രീതിയിൽ ബുദ്ധിപരമായി ആസൂത്രണം ചെയ്ത് മുന്നോട്ട് പോകുന്ന ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നത്. ആ ഒരു സാഹചര്യമാണുള്ളത്. സ്ട്രീം 1 ആൾക്കാരായാലും സ്ട്രീം 2 ആയാലും സ്ട്രീം 3 ആയാലും എല്ലാവരും നന്നായിട്ട് പഠിക്കാൻ തുടങ്ങുക. ഇനി ഒന്നിനും കാത്തു നിൽക്കാതെ അല്ലെ, ഇനി എന്തെങ്കിലും കാത്തു നിൽക്കാനുണ്ടോ? ഇല്ല, നോട്ടിഫിക്കേഷൻ മറ്റൊന്നും ചിന്തിക്കാതെ പഠിച്ചു തുടങ്ങുക എന്നുള്ളതാണ് വളരെ ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള, നിങ്ങൾക്ക് ഏറ്റവും നിങ്ങളുടെ സ്വപ്ന തുല്യമായിട്ടുള്ള ആ ഒരു കരിയറിലേക്കുള്ള തുടക്കമായി മാറട്ടെ. പോയിന്റ് കൂടെ ഉണ്ട്, ഫൈനൽ റാങ്ക് ലിസ്റ്റ് എന്ന് വരുന്നു പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഫെബ്രുവരിയിൽ. അപ്പൊ മാർച്ചില് അല്ലേ, ഫെബ്രുവരിയിൽ വന്നു. അവരൊരു 15 ദിവസം പിന്നെ ഇതിൽ നിന്ന് എലിമിനേറ്റ് ചെയ്യേണ്ട ആൾക്കാരുടെ കാര്യങ്ങളൊക്കെ എടുക്കാൻ ശ്രമിച്ചാലും ഏകദേശം മാർച്ച് ആകുമ്പോഴത്തേക്ക് ഫസ്റ്റ് അഡ്വൈസ് ആവുക. അങ്ങനെ പുതിയ ഒരു ബാച്ച് അല്ലേ, ചുണക്കുട്ടികളുടെ പുതിയൊരു ബാച്ച് കൂടി കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലേക്ക് ഇറങ്ങാൻ പോവുകയാണ്. ഒരു ഉദ്യോഗാർത്ഥി മാത്രമായി അല്ലെങ്കിൽ ഒരു സർക്കാർ 2-3 സ്ട്രീം ഉണ്ടല്ലോ, ആ സ്ട്രീമിൽ ഉദ്യോഗാർത്ഥികളായി മാത്രം ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ നാളെ ഉദ്യോഗസ്ഥരായി മാറും. അതെ, ഒരു വർഷത്തോടുകൂടി അവരുടെ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടും. സാധാരണ ഒരു PSC പരീക്ഷയിലൊന്നും ഇത് നടക്കില്ല. കാരണം അപേക്ഷിച്ചു, പിന്നെ പരീക്ഷ നടന്നു, ലിസ്റ്റ് വന്നു, ഒരു 2 വർഷമെങ്കിലും ഒക്കെ. പക്ഷെ ആ സാഹചര്യത്തിൽ ഇപ്പൊ 1 വർഷം കൊണ്ട് എന്തൊക്കെ നടപടിക്രമങ്ങളാണ് ഉള്ളത്. പ്രിലിംസ് ഉണ്ട്, ഫൈനലുണ്ട്, ഇന്റർവ്യൂ ഉണ്ട്, എല്ലാ കാര്യങ്ങളും നടന്നു. നമ്മുടെ മുൻ പ്രസിഡന്റ് APJ അബ്ദുൽ കലാം സാറ് പറഞ്ഞതുപോലെ തന്നെ സ്വപ്നങ്ങൾ കണ്ടാൽ മാത്രം പോരാ, അതിനായിട്ട് നമ്മൾ തീവ്രമായി ആർജിക്കുക കൂടെ വേണം. അപ്പോൾ നമ്മളെ പിന്തിരിപ്പിക്കാൻ പല ഫാക്ടേഴ്സും അല്ലെങ്കിൽ പലരും പല കാര്യങ്ങൾ അഭിപ്രായം പറയുന്നുണ്ടാവും. പക്ഷേ തീർച്ചയായിട്ടും നമ്മൾ സെൽഫ് മോട്ടിവേറ്റഡ് ആയി നമ്മുടെ സ്വപ്നങ്ങൾ എന്താണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രയോറിറ്റൈസ് ചെയ്ത് നമ്മൾ പോർഷൻസ് സിലബസിനനുസരിച്ചും മുൻകാല വർഷ ചോദ്യപേപ്പറിനനുസരിച്ചും പഠിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇല്ലേ സാർ, തീർച്ചയായിട്ടും പരീക്ഷ ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ആ ഒരു കാര്യമായിട്ട് ബന്ധപ്പെട്ട് സാറിന് എന്താണ് ഉദ്യോഗാർത്ഥികളോട് പറയാനുള്ളത്? കാർത്തിക് സാർ പറഞ്ഞ കാര്യം തന്നെയാണ് പറയാനുള്ളത്. നന്നായിട്ട് പഠിക്കുക, മറ്റുള്ള കാര്യങ്ങളൊന്നും ചിന്തിക്കണ്ട. നമ്മൾ യുണീക്ക് ആണെന്ന് വിശ്വസിക്കുക. നമുക്ക് ഇത് പഠിച്ചു തീർക്കാനുള്ള കഴിവുണ്ട്, കാര്യങ്ങളുണ്ട് എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നോട്ട് പോവുക. അതുള്ളത് കൊണ്ടാണ് സ്ട്രീം 2 നിങ്ങൾ അപ്ലൈ ചെയ്യാൻ അർഹനായത്. സ്ട്രീം 3 അപ്ലൈ ചെയ്യാൻ നിങ്ങൾ ഒരുപക്ഷെ അർഹനായിട്ടുണ്ടാവുക. ഇനി സ്ട്രീം 1 അപ്ലൈ ചെയ്യുന്ന നിങ്ങളാണെങ്കിൽ, ഓൾറെഡി ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് അത്രയും ഒരു അഡ്വാൻറ്റേജ് അവിടെ കിട്ടും. ഇനി സിവിൽ സർവീസ് നോക്കുന്ന ആളുകളുണ്ട്, അതല്ലെങ്കിൽ അവിടെ പ്രിലിംസും മെയിൻസ് ക്ലിയർ ചെയ്ത ആളുകളുണ്ട്, അങ്ങനെയുള്ള ടെൻഷൻ ഒന്നും വേണ്ട. നമ്മള് പ്രത്യേക കഴിവുള്ള ആളാണെന്നും ഇനി ഹാർഡ് വർക്ക് ചെയ്യാൻ തുനിഞ്ഞിറങ്ങി തിരിക്കുക എന്നുള്ള ചിന്തയോടുകൂടി ഇറങ്ങി തിരിക്കുക. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. അപ്പോൾ തീർച്ചയായിട്ടും സീ ഓഫ് ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ മുന്നിലുണ്ട്. അവസരങ്ങൾ കൃത്യമായി വ്യക്തതയോടുകൂടി പ്ലാൻ ചെയ്തുകൊണ്ട് ഈ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി നിങ്ങൾ കൈവരിക്കുക, നിങ്ങളുടെ സ്വപ്ന സാക്ഷാത്കാരം നേടുക. ഓൾ ദ ബെസ്റ്റ്.